തേച്ച് പിടിപ്പിടാകട്ടെ. ഇപ്പോൾ ഒരു ശല്യമുണ്ട് ഗൈസ്. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വെയിലത്തിട്ട് കഷ്ടപ്പെടുത്തിയാണ് ഗൈസ്. മച്ചാണോ അപ്പുറം തൊളി കൈയിട്ടൊക്കെ ഇരിക്കുന്നു. ഇത്രയും തിരക്ക് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കാശ്മീരിൽ നിന്ന് നേരെ ഡൽഹിയിലെത്തി. ഇന്നലെ ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇന്ന് പോകാൻ പോണത് കുത്തബ് മിനാറും പിന്നെ വേറെ 1-2 സ്ഥലങ്ങളും കൂടെയൊക്കെ ഉണ്ട്. ആദ്യം കുത്തബ് മിനാറിലോട്ടാണ് പോണത്. രാവിലെ സമയം 11 മണിയായി. ഭയങ്കര വെയിൽ. കാശ്മീർ ഭയങ്കര തണുപ്പത്ത് നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ളത് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനാണ്. നമ്മുടെ ആ റൂമിന് അടുത്തായിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, കൊണോട്ട് പ്ലേസിൻ്റെ അടുത്തായിട്ടാണുള്ളത്. കൊണോട്ട് പ്ലേസ് തന്നെയാണ് രാജീവ് ചോക്കും. ഇതിനടുത്തായിട്ടാണ് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടുന്ന് നമുക്ക് കയറിയിട്ട് വേണം കുത്തബ് മിനാറിലോട്ട് പോകാനും വേണ്ടിയിട്ട്. കണ്ടില്ല, രാവിലത്തെ തിരക്ക് കണ്ടോ, ഷോപ്പുകളൊക്കെ തുറന്ന് നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നു. 2 ജമിട്ട് പട്ടികളൊക്കെ വരുന്നു. എൻ്റെ അപ്പോ പഠിക്കൂ പച്ചത്തേരെ. കണ്ടില്ലേ തിരക്ക് കണ്ടോ, കൊണോട്ട് പ്ലേസിൻ്റെ അടുത്തുള്ള തിരക്ക് കണ്ടല്ലോ. ഭയങ്കര തിരക്കാണ്. രാവിലെ ഹോണടിയും ബഹളവും നല്ല വെയിലും ചൂടും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് അത്രയും ദിവസം കാശ്മീരിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുണ്ട്. മുഖത്തൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ ചെറിയ പാടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ഈ മറ്റേ സ്കിന്നിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവനും ഉണ്ട്, തന്നെ നടന്നു പോകണ ഇവനും ഉണ്ട്. കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുത്തബ് മിനാറിലോട്ട് ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇടിച്ചങ്ങ് കയറ്റും അകത്തോട്ട്. അതെ, ഇത് ഇവൻ്റെ ബംഗാളി അളിയന ആയിരിക്കുന്നത് എന്നാ തോന്നുന്നത്. അവൻ എന്നെ നോക്കുന്നു, അവനക്കാരൻ എന്നെ കടി. ഈ ഒരു ഇടവേള എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. മച്ചാണോ അപ്പുറം തൊളി കൈയിട്ടൊക്കെ ഇരിക്കുന്നു. കുത്തബ് മിനാറെത്തി. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. കണ്ടോ, ടോക്കൺ കിട്ടി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. ഇത് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലും വരുന്നതാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റിന് വരുന്നത് ഒരു ടോക്കണ് 40 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ബാഗ് പുറത്ത് വയ്ക്കണം. ബാഗിന് 2 രൂപയാണ് ബാഗിനായത്. ക്യാമറ അലൗഡാണ് അകത്ത്. അപ്പം നമ്മൾ അകത്ത് ഇവിടെ നമുക്ക് കുറേ ഗൈഡുമാരെയൊക്കെ കിട്ടും. ഗൈഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. കണ്ടില്ല, ഇതെല്ലാം മലയാളികളാണ്. ഒരുപാട് മലയാളികൾ വരുന്നുണ്ട് ഇവിടെ. നല്ല വെയിലുണ്ട്. കണ്ടില്ലേ, കയ്യിലൊക്കെ ഗ്ലൗസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ടാൻ അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ഗാർഡൻ ഏരിയയും സംഭവങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുത്തബ് മിനാർ കാണിച്ചു തരാം. ഇതാണ് കുത്തബ് മിനാർ. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഈ ഒരു കുത്തബ് മിനാർ എന്ന് പറയുന്നത് 1200 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതാണ്. ഇവിടെ ഓൾഡ് ഡൽഹിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇത് നിർമ്മിച്ചത്. ഇതൊരു വിക്ടറി ടവറാണ്. അതായത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഹിന്ദു റൂളറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം റൂളർ പുള്ളിക്കാരനെ ഡിഫീറ്റ് ചെയ്തതിൻ്റെ വിക്ടറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിക്ടറി ടവറായിട്ട് ഈ ഒരു കുത്തബ് മിനാർ ഇവിടെ നിർമ്മിച്ചത്. 1200 കാലഘട്ടങ്ങളിലാണ് നിർമ്മിച്ചത്. അതിനുശേഷം 1398 ആ ഒരു സമയത്തായിട്ട് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതിൻ്റെ മേളത്തെ 2 നിലയുണ്ടല്ലോ, അവിടെ കണ്ട ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ടോ, അത് മേളത്തെ 2 എണ്ണം കൺസ്ട്രക്ട് ചെയ്തത് പുള്ളിക്കാരനാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇതൊരു വിക്ടറി ടവറാണ്. ഈ ഒരു വിക്ടറി ടവർ ആ ഒരു വിക്ടറിക്ക് ശേഷമാണ് പിന്നെ ഈ ഒരു ഡൽഹി ഈ ഒരു റീജിയണിൽ മുസ്ലിം റൂളിങ് തുടങ്ങിയത്. മുസ്ലിം റൂളേഴ്സിൻ്റെ റൂളിങ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ആ ഒരു ടൈം പീരീഡിലാണ്. ഉണ്ട്, ഇവിടെ കുറേ പില്ലേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോ കഥകളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് 399 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഓപ്പൺ അല്ല കയറാൻ. മുമ്പ് ഓപ്പൺ ആയിരുന്നു. പണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുമായിരുന്നാണ് പറയുന്നത്. ഉണ്ട്, ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. കുത്തബ് മിനാർ മാത്രമല്ല, ഇതിനിപ്പുറത്തായിട്ട് വേറെ സംഭവം കൂടെ ഉണ്ട്. ഒരു അയൺ പില്ലറും കൂടെ ഉണ്ട്. ഉണ്ടല്ലേ, ഈ കാണുന്നതാണ് ആ ഒരു അയൺ പില്ലർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഫുള്ള് കുറേയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കുറേ വർഷത്തെ പഴക്കമില്ലേ, പക്ഷേ ഇതൊക്കെ ഇപ്പോഴും വീഴാതെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് സിമെൻറ്റ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ബ്രിക്ക് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്ന തന്നെ വലിയ അത്ഭുതമാണ്.
ഇതാണ് ആ ഒരു അയൺ പില്ലറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് എഴുതിയേക്കുന്നുള്ളത്. ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ, പിന്നെ അതുപോലെ തന്നെ എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര വിഡ്ത്ത് ഉണ്ട്, പിന്നെ ഭൂമിക്ക് അടിയിലോട്ട് എത്ര ഇതിൻ്റെ ബറി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, ഏത് വർഷമാണ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോൺ പില്ലർ എന്ന് പറയുന്നത്, അയൺ പില്ലർ എന്ന് പറയുന്നത്. കണ്ടില്ലേ നിൽക്കുന്നത്, അടിപൊളിയല്ല. ആ ഒരു ബാക്ക് സൈഡിൽ ആ കുത്തബ് മിനാറിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയല്ലേ കാണാൻ. ഇത് മോസ്റ്റ് ഓഫ് ആൾക്കാരും വന്നിട്ട് ആ ഒരു കുത്തബ് മിനാറിൻ്റെ അടുത്ത് വരെ വന്നാണ് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇതിനും ഇതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു അയൺ പില്ലറിനും. ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ കൊത്തുപണികളും ഇതെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു കളർ തീമും ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. കണ്ടോ, ഈ ഒരു റെഡ് ബ്രിക്കിൻ്റെ പോലത്തെ ഈ റെഡ് കളറും ഇതിൻ്റെ ഈ ഒരു മിനാറിൻ്റെ കളർ, ഈ കുത്തബ് മിനാറിൻ്റെ കളറും അതാ. ഒരു മേളത്തെ ഫ്ലോർ ഒരു ചെറിയ വൈറ്റും ബാക്കി ഒരു റെഡിഷ് വൈറ്റ് കോമ്പോയിലുള്ള. അതിനകത്ത് കൊത്തുപണികളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, അതൊക്കെ 5 ബാൽക്കണികളാണ്. ആ മേളിൽ കാണുന്നതൊക്കെ ബാൽക്കണികളാണ്. മുമ്പ് കയറാൻ പറ്റുമായിരുന്നല്ലേ, ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ജാളീസ് ഉണ്ട്. കണ്ടോ, ഈ ജാളീസാണ് ഇങ്ങോട്ടുള്ള വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഇതുപോലത്തെ ജാളീസ്, ഇതുപോലത്തെ ഓപ്പണിങ്സ് ഒക്കെയാണ് ഇവിടെ. ഇതിനകത്ത് കുറേ ആൾക്കാരുടെ ടോംബൊക്കെ ഉണ്ട്, പഴയ രാജാക്കന്മാരുടെ ടോംബോ, ഈ അടക്കിയേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ആരും അടക്കിയേക്കുന്ന പോലത്തെ സ്ഥലങ്ങളാണ്. ഇതിനുള്ളിലും അങ്ങനത്തത് കണ്ടായിരുന്നുണ്ടോ. ഇവിടത്തേക്ക് ഈ ഒരു കളർ തീമൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ. ഈ ഇത്രയും വെയിലത്ത് ഈ ഒരു പില്ലറിൻ്റെ അടിയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നല്ല തണുപ്പാണ്. ഈ ഒരു സ്റ്റോണെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പണിങ്സ് ഉണ്ട്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ജാളീസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു അകത്ത സ്പേസ് കൂളിംഗ് ആക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഇവിടുന്ന് ഈ ഒരു കുത്തബ് മിനാറിൻ്റെ വ്യൂ ഒക്കെ കണ്ട ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഭയങ്കര ഭംഗി. പുറത്ത് നല്ല വെയിലാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്, ഭയങ്കര തണുപ്പാണ്. കുത്തബ് മിനാറിന് പുറത്തിറങ്ങി ഇനിയിപ്പോൾ ബാഗ് കളക്ട് ചെയ്യണം. ബാഗേജ് കൗണ്ടർ കണ്ടോ, ഇവിടെയാണ് ബാഗേജ് കൗണ്ടർ, അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ക്ലോക്ക് റൂമുണ്ട്. ഈ ടിക്കറ്റ് നമുക്ക് തിരിച്ച് കൊടുത്തതിന് ശേഷം ബാഗ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് വന്ന പോലെ തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. എവിടെയെന്ന് പോകുന്ന വഴിക്ക് പറയാം, തീരുമാനിച്ചില്ല, അതാ നോക്കിയിട്ട് പറയാം. കുത്തബ് മിനാറിന് നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇവിടെ വന്നത് നമ്മൾ ഹുമയൂൺസ് ടോംബ് കാണാൻ വേണ്ടിയിട്ടാണ്. കുത്തബ് മിനാർ ഫസ്റ്റ് കണ്ട് അടുത്ത് നമ്മൾ ഹുമയൂൺസ് ടോംബാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണ്, കണ്ടില്ലേ, നല്ല ട്രാഫിക്കും അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ നല്ല വെയിലത്ത് നമുക്കൊരു കരിമീൻ ജ്യൂസ് കുടിക്കാം. കരിമീൻ ജ്യൂസ് ഇവിടെ വരുന്നുണ്ടോ, 20, 30, 40 റേറ്റിലൊക്കെയാണ്. ഇത് മിൻറ്റ് ലീവ്സ്, നാരങ്ങ, ഇതെല്ലായിട്ടുള്ള അടിപൊളി കരിമീൻ ജ്യൂസ് കുടിക്കും. ഇങ്ങനെയുണ്ടോ, ക്ഷീണമുണ്ടോ? ഇവനൊട്ട് ക്ഷീണമില്ല. ഇവൻ ബാറ്ററിയിൽ എടുത്തേട്ടോ, ഇവനൊട്ട് ക്ഷീണമില്ല. തൊപ്പിയൊക്കെ വെച്ചിട്ട് തന്നെ ഭയങ്കര ചൂട്, സത്യമുള്ള ഭയങ്കര ചൂട്. ട്രാഫിക്കൊക്കെ കണ്ടില്ലേ, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കരിമീൻ ജ്യൂസ് കീച്ചിട്ട് നേരെ ഹുമയൂൺസ് ടോംബ് കാണാൻ വേണ്ടി പോകാം. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ആ ജംഗ്ഷൻ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഹുമയൂൺസ് ടോംബ് വരുന്നത്. നമുക്ക് ഇവിടെ ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ട് നേരെ നമ്മൾ ഹുമയൂൺസ് ടോംബിൻ്റെ എൻട്രി ഭാഗത്തെത്തി. ഇവിടെ ഒരു സർക്കിളൊക്കെ ഉണ്ട്. ഇവിടുന്ന് എൻട്രി നമ്മൾ ഇതുവഴിയാണ് കയറേണ്ടത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട്ട് കയറാം. എനിക്കൊന്ന് ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അറിയത്തില്ല, നോക്കിയേക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഹുമയൂൺസ് ടോംബിൻ്റെ അകത്തോട്ട് കയറാം. ഇതാണ് ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു ഫുൾ ഗാർഡൻ്റെ നടുക്ക് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയില്ലേ കാണാൻ. ഇത് ഹുമയൂൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഫുൾ നെയിം വേറെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ആ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വൈഫും പിന്നെ വേറെ ആളും കൂടെ ചേർന്നിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചത്. ഹുമയൂൺസിൻ്റെ ടോംബ് നിർമ്മിച്ചത് 1500 എത്ര സംതിങ് ആണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഓഫ് കോഴ്സ് വിക്കിപീഡിയ സെർച്ച് ചെയ്തോളൂ. അപ്പം ഇതാണ് ആ ഒരു ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്. നമ്മുടെ താജ്മഹലൊക്കെ പോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ് ഈ ഒരു ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്. ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റിനായിട്ട് കണ്ടോ കുറേ ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് എന്തോ ഗാർഡൻ ടോംബെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. ഫസ്റ്റ് ഗാർഡൻ ടോംബാണ്. കാരണം ഇത്രയും ഗാർഡൻ നടുക്ക് ഒരു ടോംബ് ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു നോർത്തേൺ ഇന്ത്യൻ സബ് റീജിയനിൽ വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ചുറ്റും കുറേ ഗാർഡൻ സ്പേസൊക്കെ ഉണ്ട്. നടുക്കൊരു ഫൗണ്ടൈനൊക്കെ ഉണ്ട്. ഇതിൻ്റെ കളറിങ് ഉണ്ടല്ലേ, അടിപൊളിയായി കാണാൻ നല്ല ഭംഗിയാണ്. ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. താജ്മഹൽ പോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസ് ഏരിയ ഉണ്ട്. കണ്ടോ, ഇത്രയും ഭാഗം ഇതിൻ്റെ ഒരു ബേസ് ഏരിയയാണ്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ ഒരു ടോംബ് നിൽക്കുന്നത്. താജ്മഹൽ കയറുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഏരിയയിലെത്താം. ഇതൊരു ബേസ്മെൻറ്റാണ് ഇത്രയും കണത്തിന്. അടിപൊളിയല്ലേ,
നല്ല ഭംഗിയാണ് കാണാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈവനിങ് ടൈം വന്നിരുന്നെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ബെസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ അതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ഒരു ഹുമയൂൺസ് ടൂമിൻ്റെ മേളിലോട്ട് കയറാം. ഇതാണ് ഹുമയൂൺസ് ടോംബിൻ്റെ അകത്തെ കാഴ്ച എന്ന് പറയുന്നത്. കണ്ടില്ലേ, അടുത്തൊരു വലിയ ഡോമൊക്കെ ഉണ്ട്. ഇത് പുള്ളിക്കാരനെ അടക്കിയേക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഹുമയൂണിനെ അടക്കിയേക്കുന്ന സ്ഥലമാണ്. ഇത് അവരുടെ പുള്ളിക്കാരൻ്റെ ടോംബാണ്. നമുക്കപ്പം ഹുമയൂൺസ് ടോംബിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് താഴോട്ടിറങ്ങാം. മുടിഞ്ഞ വെയിലാണ്, ഭയങ്കര വെയിലാണ്. ഇവിടെ ഈ ഒരു ടോംബ് മാത്രമല്ല, അപ്പുറത്ത് വേറെ ഇതിനകത്ത് 3-4 പേരെ അടക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ടോംബുകളുണ്ട്. നമ്മൾ മേളിൽ നിന്ന് കാണാൻ പറ്റുമല്ലോ, ഇവിടെയൊക്കെ ടോംബുകളുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ടിറങ്ങാം. ഹുമയൂൺ ടോംബിൽ നിന്ന് നമ്മൾ തിരിച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെത്തി. കണ്ടോ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ സമയം 4 കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് സരോജിനി മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് മാർക്കറ്റൊക്കെ കണ്ടില്ലെങ്കിൽ എങ്ങനെ ഇതുവഴി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ദില്ലി ഹാത്തും പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കട്ടെ അവിടെ എന്താ കിട്ടും, എന്താ കാണുമെന്നൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ മുമ്പ് അവിടെയൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ്, ചീപ്പ് പ്രൈസാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി ഒന്ന് കണ്ടുപോകാം. പിന്നെ വൈകിട്ടായി അതും കൂടെ കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ളൊരു നേരമായി. നമുക്ക് ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് പോകാം. സരോജിനി മാർക്കറ്റ് മെട്രോ സ്റ്റേഷനുണ്ട്. ഇത് ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷൻ. ദില്ലി ഹാത്തിലെത്തി. സരോജിനി മാർക്കറ്റിന് അടുത്തായിട്ടുള്ള ദില്ലി ഹാത്താണിത്. ഇവിടെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു എക്സിബിഷൻ കം ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണ്. കണ്ടോ, ഇവിടെ ഇത് പുറത്താണ്, ദില്ലി ഹാത്തിൻ്റെ പുറത്താണ്. ഇവിടെ ഉള്ള കച്ചവട സാധനങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, കുറേ മാല, കമ്മൽ, വള അങ്ങനത്തെ സാധനങ്ങളും പിന്നെ കുറേ അല്ലാത്ത കുറേ പ്രൊഡക്ട്സുകളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ദില്ലി ഹാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത്, ഇതാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിന് ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഇതിനകത്ത് ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ് മെറ്റീരിയൽസും ഡ്രസ് ഐറ്റംസും പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റെയും സംഭവങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്റ്റേറ്റിലും എന്താണോ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ സാധനങ്ങൾ. ഇപ്പോൾ കാശ്മീർ ആണെങ്കിൽ മറ്റേ പഷ്മിന ഷോളുകൾ, പിന്നെ അതുപോലെ തന്നെ ഫുഡുകൾ ഉണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഫുഡ് സ്റ്റോളുകളുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ഫുഡ് എന്താണോ അതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് വാങ്ങാം, അങ്ങനത്തെ സ്റ്റോളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഓരോ സ്റ്റേറ്റിൻ്റെയും ഡിഫറെൻറ്റ് മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽ, ക്ലോത്ത് മെറ്റീരിയൽ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെയിൽസിനും വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ദില്ലി ഹാത്ത് എന്ന് പറയുമ്പം ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റിൻ്റെയും ഓരോ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനും സെയിൽ ചെയ്യുന്നതും ഒരു സ്പേസാണ്. ഇതിനകത്ത് ബാഗുകളുണ്ട്, ഹാൻഡ് മെയ്ഡ് ബാഗുകൾ, പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറികൾ, ബാംഗിൾസ്, അതുപോലെ തന്നെ ഓരോ ഷോള്, ഡ്രസ് മെറ്റീരിയൽ, കോട്ട്, ജാക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ എന്തൊക്കെയാണോ അങ്ങനത്തെ എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അടിപൊളിയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ. നിങ്ങൾ ഡൽഹിയിൽ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഈ ദില്ലി ഹാത്ത് വന്ന് കണ്ടിരിക്കണം. അകത്ത് ഫോട്ടോജനിക്കായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ടാണെങ്കിലും ഒറിജിനൽ മെറ്റീരിയൽ ഒരുപാട് കിട്ടും. എല്ലാം പുറത്തൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് കോപ്പിയോ ഫസ്റ്റ് കോപ്പിയോ മെറ്റീരിയലൊക്കെ ആയിരിക്കും. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനലായിട്ടുള്ള കറക്റ്റ് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് അവർ വിൽക്കത്തുള്ളൂ. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ അങ്ങനത്തെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, പുറത്തേനേക്കാളും എന്തുകൊണ്ടും കോസ്റ്റ്ലിയാണ്. പക്ഷേ മെറ്റീരിയലും അതുപോലത്തെയാണ്. പിന്നെ പുറത്ത് കിട്ടുന്ന സാധനങ്ങളും ഇതിനുള്ളിൽ കിട്ടാറുണ്ട്. ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു 5-10 കൂടുതലായിരിക്കും. റേറ്റ് കുറച്ച് കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ്. ദില്ലി ഹാത്ത് നിന്ന് നമ്മൾ ഇറങ്ങി ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത നമ്മൾ പോകാൻ പോണത് സരോജിനി മാർക്കറ്റിലോട്ടാണ്. സരോജിനി മാർക്കറ്റ് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരെയാണ്. നമുക്കൊരു ഓട്ടോ എടുത്തിട്ടോ അല്ല നടന്നോ നമുക്ക് സരോജിനി മാർക്കറ്റിൽ പോയി. ഇപ്പോൾ 6 മണിയായി, കറക്റ്റ് സമയമാണ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ. അപ്പം ദില്ലി ഹാത്തിനോട് ബൈ ബൈ. നമ്മൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഇവിടെ നേരെയാണ് സരോജിനി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് മാർക്കറ്റ് വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാ അകത്തുള്ള തിരക്കുണ്ടോ, ഭയങ്കര തിരക്കാണ് ഇതിനകത്ത്. വൈകിട്ടും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടി വന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എൻട്രി ഗേറ്റ് അവിടെ ആയിരുന്നു. ആ ഗേറ്റ് വഴി ഒത്തോട്ട് കയറിയേ ഉള്ളൂ. ഭയങ്കര സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക.
സരോജിനി മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ചെറിയ മഴ ചാറി തുടങ്ങി 7-7:30 മണിയായി സമയം. ഇനി തിരിച്ച് റൂമിൽ കയറാം. ഫുഡും കഴിച്ചിട്ടാണ് റൂമിൽ കയറാനായിട്ട്. റൂമിൽ കൊണ്ടുപോയി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങണം. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ 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 ബൈ.